ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പടവലങ്ങയും പരിപ്പും കൊണ്ട് ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാം. അതിനായി ഈ പടവലങ്ങയുടെ പകുതി എടുത്താൽ മതി, ഹാഫ് എടുക്കുക. ഇത് കട്ട് ചെയ്ത് പകുതി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. പിന്നെ ഈ കറിയിലേക്ക് വേണ്ട മറ്റു സാധനങ്ങൾ: അരക്കപ്പ് പരിപ്പ്, അതിലരയ്ക്കാൻ വേണ്ടി ആവശ്യമുള്ള തേങ്ങ ഏകദേശം അരക്കപ്പ് തേങ്ങ, 2 വെളുത്തുള്ളി, 1 ചുമന്നുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. പിന്നെ അതിലേക്ക് വേണ്ട ചെറിയൊരു തക്കാളി അരിഞ്ഞത്, 3 പച്ചമുളക്, താളിക്കുന്നതിനായി കടുക്, 2 തണ്ട് കറിവേപ്പില, 2 വറ്റൽമുളക്, 1 ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ വെളിച്ചെണ്ണ, ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇതൊന്ന് അരിഞ്ഞ് ചെറിയ പീസാക്കി എടുക്കാം. പടവലങ്ങ അരിഞ്ഞ് പീസാക്കുന്ന സമയം കൊണ്ട് നമുക്ക് പരിപ്പൊരു പാത്രത്തിലിട്ട് വേവിക്കാം. 3/4 വേവിച്ചെടുക്കാം. അതിനായി ഒരു ബൗൾ, അതിലേക്ക് പരിപ്പ് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ച് വേവിച്ചെടുക്കാം. അടച്ചു വെച്ചത് വേവിക്കാം. പടവലങ്ങ എല്ലാം അരിഞ്ഞ് പീസാക്കി എടുത്തിട്ടുണ്ട്. പരിപ്പൊക്കെ ചെറുതായി വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് പടവലങ്ങ ചേർക്കാം. മുഴുവൻ പടവലങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം 3 പച്ചമുളക്, ഒരു ചെറിയ തക്കാളി അരിഞ്ഞത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കാം. എല്ലാം വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ചേർത്ത് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. കറി വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കി. അതിനായി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 2 വെളുത്തുള്ളി അല്ലി, 1 ചുമന്നുള്ളി, അരയ്ക്കാൻ ആവശ്യത്തിന് തേങ്ങ, അര ടീസ്പൂൺ ജീരകം, അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായി നമുക്ക് അരച്ചെടുക്കാം. അതിപ്പോൾ നമ്മൾ തയ്യാറാക്കി നല്ല പേസ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട്. കറിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇളക്കി കൊടുക്കാം. ജാറ് കഴുകി വെള്ളം കൂടെ ചേർക്കാം. എല്ലാം കൂടെ നന്നായി ഇളക്കിയ ശേഷം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. എല്ലാം വീണ്ടും ഒന്ന് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് നമുക്ക് 1 മിനിറ്റ് കൂടെ ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് ചൂടാക്കാം. ഇത് വേകുന്നതിന് ഏകദേശം 8 മിനിറ്റ് എടുത്തിട്ടുണ്ട്. പടവലങ്ങ പരിപ്പ് റെഡി ആയിട്ടുണ്ട്. പടവലങ്ങ പരിപ്പ് കൂട്ടാൻ അഥവാ പടവലങ്ങ പരിപ്പ് ഒഴിച്ചുകറി. ഇനി നമുക്കിത് താളിച്ച് ചേർക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. ഒരു പാൻ അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം.
പാൻ ചൂടാകുമ്പോൾ താളിക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കാം. ഏകദേശം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു ചുവന്നുള്ളി അരിഞ്ഞ് വെക്കാം. വറ്റൽമുളക് ചെറിയത്, അതിലേക്ക് 2 കറിവേപ്പില, പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് താളിപ്പ് അതിലേക്ക് ചേർക്കാം. അതിനെ തന്നെ അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് ശേഷം തുറന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. പടവലങ്ങ പരിപ്പ് കറി റെഡി. പടവലങ്ങ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഇളക്കിയ ശേഷം ഒരു ബൗളിലോട്ട് മാറ്റാം. പരിപ്പ് കറി റെഡി.